പിന്നെ 2000 രൂപ പോയി. ക്യൂട്ടായിട്ടുണ്ടല്ലേ, മറ്റേ കാഡ്ബറിയുടെ ഒരു ചോക്ലേറ്റിന്റെ പോലെയില്ലേ ഇതിന്റെ പാക്കേജിങ് കണ്ടിട്ട്. ഓ, ഇതേപോലത്തെ ഒരു സ്പഞ്ച് പോലത്തെ ആപ്ലിക്കേറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്ന. ഷെയ്ഡ് ബെറി ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ ഞാൻ എടുത്തിരിക്കണേ. ഈശ്വര, അതെനിക്ക് മാച്ചിങ് ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒടുക്കത്തെ വില കൊടുത്ത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതാട്ടോ ഷെയ്ഡ്. കൈ സ്പച്ച് ചെയ്ത് നോക്കണം. ആദ്യം കൈ സ്പച്ച് ചെയ്ത് നോക്കണം. കൈ കണ്ടിട്ട് രസമുള്ള ഒരു ഷെയ്ഡ് പോലെ ഉണ്ട്. ഒന്നുമില്ലല്ലോ, പക്ഷെ ഭയങ്കര മെസ്സി ആയിട്ടുള്ള പാക്കേജിങ് തന്നെ. പക്ഷെ ഇങ്ങനത്തെ സാധനം വരുമ്പോഴുള്ള ഗുണം എന്താ അറിയോ, നമ്മുടെ നല്ല ലിപ്സ് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും ഈ ഒരു സ്പഞ്ച് ആപ്ലിക്കേറ്റർ ആവുമ്പോൾ. ഉണ്ടോ, ഇങ്ങനെ ബ്ലറായി വന്നാണ്ടോ. പക്ഷെ ഇത് ഇച്ചിരി കൂൾ കളറാന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് എൻ്റെ ചുണ്ടിൻ്റെ പോലത്തെ തന്നെ കളറ് ഭയങ്കരമായിട്ട് അറിയണില്ലല്ലേ ഇത്. നമുക്ക് ഇതാണ് ഷെയ്ഡ്, പക്ഷെ ഇതെൻ്റെ ചുണ്ടി കാണിക്കണല്ലോ. അതെൻ്റെ ചുണ്ടിൽ ഈ കളർ കാണിക്കാത്ത. കുറച്ച് കൂടുതൽ ഇട്ടോട്ടെ. എടാ, ഇത് നല്ല രസമുണ്ട് കയ്യിൽ കാണാൻ. പക്ഷെ ഇത് എന്റെ മുഖത്ത് കാണുമ്പോൾ ഭംഗിയില്ലാത്ത. എന്റെ ഇവിടെ ഇച്ചിരി ഒലീവ് കളർ ഉള്ളതുകൊണ്ട് ഇത് ചേരുന്നുണ്ട്. എന്റെ ഫേസ് ഇച്ചിരി റെഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നത് എനിക്ക് ഇത് ചേരാത്ത. ലിപ് ലൈനർ ഇടാം, നല്ല പന്ത് ചെയ്യാനാ. ആറ്റി നോറ്റിരുന്ന് മേടിച്ചതാ. പക്ഷെ ഞാൻ എന്തോരം റിസർച്ച് ചെയ്തിരുന്ന് നോക്കി ഷെയ്ഡ് കണ്ടുപിടിച്ചെടുത്തതാന്നറിയോ. എന്നിട്ട് ഷെയ്ഡ് മാറിപ്പോയി. പക്ഷേ കണ്ടോ, ഈ കയ്യിൽ രസമുണ്ട് ഈ ഷെയ്ഡ്. എന്റെ ചുണ്ടിൽ വന്നപ്പോൾ ഇത് ഭയങ്കര കൂൾ ടോൺ ആയിപ്പോയി. കണ്ട, ഭയങ്കര കൂൾ കയ്യിൽ, പക്ഷെ നല്ല ഡാർക്കും ചുണ്ടിൽ കൂടും. ലിപ് ലൈനർ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാട്ടുള്ളത്.